അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4ാം ക്ലാസ്സിലെ കിതാബുൽ ഫിഖ്ഹിലെ 4ാമത്തെ പാഠം അൽ ഇസ്തിൻജാഉ. എന്താണ് അൽ ഇസ്തിൻജാഉ? ശൗചം ചെയ്യൽ. ശൗചം ചെയ്യൽ എന്താണ്? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറപ്പെട്ടാൽ വന്ന ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. ശൗചം ചെയ്യാൻ നമ്മൾ കഴുകും അല്ലേ? അപ്പോ മനസ്സിലാക്കാം, നമുക്ക് പാഠം വിശദമാക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ശൗചം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിൽ അവിടെ വാജിബാണ്, നനവില്ലെങ്കിൽ സുന്നത്താണ്, കാറ്റാണെങ്കിൽ കറാഹത്താണ്. ആ രീതിയിലൊക്കെ അവിടെ മനസ്സിലാക്കി പഠിക്കണം. അതായത് മലമൂത്ര ദ്വാരങ്ങളിലൂടെ പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിൽ കഴുകല് വാജിബാണ്. അതായത് മൂത്രം, കാഷ്ടം ഇതുപോലെ വന്നാല് പുറപ്പെട്ടാല് അത് കഴുകല് വാജിബാണ്, നിർബന്ധമാണ്. ഇനി നനവില്ലെങ്കിൽ സുന്നത്താണ്. നനവില്ലെങ്കിൽ അത് സുന്നത്താണ്. ഇനി കാറ്റാണെങ്കിലോ? കാറ്റാണെങ്കിൽ അവിടെ കറാഹത്താണ്. അപ്പൊ അത് മനസ്സിലാക്കാം. അടുത്തത് ഇനി ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ, ശൗചം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ്. ശൗചം ചെയ്യാൻ തുഹൂറായ വെള്ളം വേണം. നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് പോലുള്ളവ കൊണ്ടും ടിഷ്യൂ പേപ്പർ പോലുള്ളവ കൊണ്ടും വെള്ളമില്ലെങ്കിൽ ശൗചം ചെയ്യാവുന്നതാണ്. ഇനി ശൗചം ചെയ്യൽ ഹറാമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബഹുമാനിക്കപ്പെടുന്ന വസ്തു, ഭക്ഷ്യവസ്തു, എല്ല്, ഇതുകൊണ്ടൊക്കെ ശൗചം ചെയ്യല് ഹറാമാണ്. വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന മികച്ച ധാരണ ഉണ്ടാവണം. അതുപോലെ ടിഷ്യൂ പേപ്പർ, കല്ല് പോലുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ട് ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ്. അവിടെ എന്താ പറഞ്ഞത്? വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. അതുവരെ കഴുകണം. പിന്നെ ടിഷ്യൂ പേപ്പർ, കല്ല് പോലുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും 3 പ്രാവശ്യം തടവണം. എന്നിട്ട് ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ അങ്ങനെ തടവണം. അത് ഒറ്റയാക്കല് സുന്നത്താണ്. അതായത് 3 പ്രാവശ്യം ശുദ്ധിയായിട്ടില്ലെങ്കിൽ പിന്നെ 5 പ്രാവശ്യം, പിന്നെ 7 പ്രാവശ്യം, അങ്ങനെ ഒറ്റയാക്കല് സുന്നത്താണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. കാരണമില്ലാതെ വലതു കൈ കൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താണ്. ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ, ഇടത് കൈക്ക് മുറിവോ ബാൻഡേജോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് വലത് കൈ കൊണ്ട് ശൗചം ചെയ്യാം. അതാണ് അവിടെ വലത് കൈ കൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താകുന്നു കാരണമില്ലാതെ. പിന്നെ ഇസ്തിൻജായിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവൃത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത്രയും പാഠം മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം ഉത്തരം എഴുതാനാണ്. ഇസ്തിൻജാ എന്നാൽ എന്താണ്? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. അടുത്ത 2ാമത്തെ ചോദ്യം, ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? ഏതുകൊണ്ടെല്ലാമാണ്? തുഹൂറായ വെള്ളം, നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ പോലുള്ളവ. അത് നമ്മൾ പാഠഭാഗത്തില് പറയുന്നുണ്ട്. ശൗചം ചെയ്യേണ്ട വസ്തുക്കള് അവിടുന്ന് മനസ്സിലാക്കി എഴുതാം. അടുത്തതാ, ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം? അതും അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല്. അടുത്തത് പിന്നെ പറയുന്നത് എന്താണ്? ശൗചം ചെയ്യുന്നതിന്റെ വിധി പറയാം. എന്താണ് ശൗചം ചെയ്യുന്നതിന്റെ വിധികള്? പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ എന്താ വിധി? കറാഹത്താണ്. നനവുള്ള നജസാണെങ്കിൽ വാജിബാണ്. നനവില്ലെങ്കിൽ
സുന്നത്താണ്. ഇവിടെ വാജിബ്, സുന്നത്ത് അങ്ങനെ എഴുതാം. പിന്നെ ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്. വലത് കൈകൊണ്ട് കാരണം ഇല്ലെങ്കിൽ കറാഹത്താണ്, കറാഹത്ത്. ഇനി വ്യക്തമാക്കാം, വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? ശൗചം ചെയ്യാൻ വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തുഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം, തുഹൂറായ വെള്ളമായിരിക്കണം എഴുതാം. അടുത്തതാ, കല്ലി ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളതായിരിക്കണം? നജസ് വലിച്ചെടുക്കുന്നതും ശുദ്ധിയുള്ളതുമായിരിക്കണം, നജസ് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ളതായിരിക്കണം. അടുത്തത്, വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോഴാണ്? നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ, വെള്ളം കൊണ്ട് മാത്രമേ അപ്പോൾ കഴുകാൻ പാടുള്ളൂ. അടുത്തത്, ശുദ്ധിയാകുന്നത് വരെ തടവണം. എപ്പോഴാണ്? ടിഷ്യൂ പേപ്പർ, കല്ല് പോലുള്ളവയെ കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് മുഴുവനും എഴുതാം. ഇനി അടുത്തത് എന്താണ് വരുന്നത്? അർത്ഥസഹിതം പൂർത്തിയാക്കാനാണ്. അല്ലാഹുമ്മ തഹ്ഹിർ കൽബി നമ്മൾ ഇസ്തിൻജായിന് ശേഷം ചൊല്ലാൻ സുന്നത്തുള്ള ദിക്ർ പറഞ്ഞിരുന്നു. അത് അവിടെ തന്നെ അർത്ഥസഹിതം വരുന്നുണ്ട്. അല്ലാഹുമ്മ തഹ്ഹിർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന്. അത് നോക്കുക, അതിൻ്റെ അർത്ഥം എഴുതുക. അള്ളാഹുവേ, എൻ്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അപ്പം അത് എഴുതി മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് വർക്കായിട്ടൊക്കെ വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.